السلام عليكم ورحمة الله. കുത്തുബി 47. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. മേയറിന്റെ കൗലുഹു തലഹഖു ശൈഅ ലിമാ ഹുവ ഹുവ. സാരി പറഞ്ഞില്ലേ, വൽ അവാരിദു ദാത്തിയ്യതു ഹിയല്ലതി തലഹഖു ശൈഅ ലിമാ ഹുവ ഹുവ. ഒരു വസ്തുവിനക്ക് അതിന്റെ ദാത്തിലേക്ക് നോക്കിയിട്ട് ദാത്തിലേക്ക് ചേരുന്നതായ ദാത്തിയായ അവാരിദുകളെ സംബന്ധിച്ച ദാത്തിയായ അവാരിദുകൾ, വൽ അവാരിദത്തു ദാത്തിയ്യത്തു. ദാത്തിയായ അവാരിദ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ മാഹുവയിലേക്ക്, അതിന്റെ ദാത്തിലേക്ക് ചേരുന്നതായ ഒന്ന്, അതാണ് വിശദീകരിക്കുന്നത്. അഖൂലു, ഞാൻ പറയുന്നു, ലഫ്ളത്തു മാ ഹുവ ഹുവ എന്ന് പറഞ്ഞോടത്തുള്ള മാ, അത് മൗസൂലത്തുൻ, മാ മൗസൂലയാണ്. വ അഹദുൽ വമീറൈനി, രണ്ട് വമീറിൽപ്പെട്ട ഒരു വമീർ ഹുവ ഹുവ, റാജിഉൻ, അത് മടങ്ങും, ഇലാ മായിലേക്ക് മടങ്ങും. വൽ ആഖറു, മറ്റേ വമീർ ഇലാ ഷൈഇൻ, ഷൈഇലേക്ക് മടങ്ങും. അപ്പൊ അർത്ഥം എങ്ങനെയാണ് വരിക? തൽഹഖു ഷൈഅ, ഒരു ഷൈഇനക്ക്, ഐ തൽഹഖു ഷൈഉ, തൽഹഖു ഷൈഅ, ഒരു ഷൈഇലേക്ക് ചേരും. എങ്ങനെ? ഏതിലേക്ക്? ലിൽ അംരി ലദി, ലിൽ അംരി, ഒരു അമ്രിലേക്ക്. അല്ലദി, എങ്ങനത്തെ അമ്രാണ്? ഹുവ, അത്, ഐ ദാലിക്കൽ അമ്രു, ആ അമ്ര്, ഹുവ, അതാണ്, ഐ ഹുവ ദാലിക്ക ഷൈഉ, ആ ഷൈആണ്. എന്നുവെച്ചപ്പോ നമ്മൾ മാ ഹുവ ഹുവ എന്നറിയില്ലേ, അതിന്റെ ദാത്ത് എന്നുള്ള മാനാക്കാണ് അവിടെ വിഷയം. ഒരു ഷൈഇ അതിന്റെ ഒരു, അതായത് ദാത്തിയായ അവാരിദ് എന്ന് പറഞ്ഞാല് ഒരു ഷൈഇന്റെ മാഹുവയിലേക്ക്, അതിന്റെ ദാത്തിലേക്ക് ചേരുന്നതായ ഒന്നിനെ സംബന്ധിച്ചാണ് അവാരിദ് എന്ന് പറയുന്നത്. ഇപ്പൊ ഏതുപോലെ അത് ദാലിക ഷൈഇ വഹാസിലുഹു തൽഹഖു ഷൈഅ ലിദാത്തിഹി എന്നുള്ള മാനാക്കാണ് എന്റെ ഹാസിൽ. തൽഹഖു ഷൈഅ ലിദാത്തിഹി, ഒരു ഷൈഇനക്ക് അതിന്റെ ദാത്തിലേക്ക് ചേരുന്ന ഒന്ന്, അല്ല മാത്രം. ഖൗലുഹു കതഅജ്ജുബി അല്ലായിക ലിദാത്തിൽ ഇൻസാനി എന്ന് പറഞ്ഞല്ലോ. ഇത് ദാത്തിയായ അവാരിദിനക്ക് ഉദാഹരണം പറഞ്ഞിടത്ത് പറഞ്ഞ് കതഅജ്ജുബി, ഒരു മനുഷ്യന്റെ ദാത്തിനക്ക് ചേരുന്നതായ തഅജ്ജുബ് അഥവാ അത്ഭുത പ്രകടനം. ആ കൂലി ഞാൻ പറയുന്നു. അൽ ആരിദു ലിശ്ശൈഇ, ഒരു വസ്തുവിനക്ക് ആരിദാകുന്നത് എന്ന് പറഞ്ഞാൽ, അൽ ആരിദു ലിശ്ശൈഇ, ഒരു ഷൈഇനക്ക് ആരിദാകുന്നത് മാ, ഒന്നാണ്. യകൂനു, ആ ഒന്ന് ആവും, മഹ്മൂലൻ അലൈഹി, അതിന്റെ മേല് ചുമത്തപ്പെടുന്നതാവും. എന്താവും? ആ ഷൈഇന്റെ മേല് ഹംദ് ചെയ്യപ്പെടുന്ന ഒന്ന്. ഒരു ഷൈഇനക്കുള്ള ആരിദ് എന്ന് പറഞ്ഞാല്, അല്ല അത് പിന്നെ ഇപ്പൊ വരാൻ പോവാണ്. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ അവാരിദ് എന്ന് പറഞ്ഞാല് അത് ഒരു ഷൈഇന്റെ ദാത്തിലേക്ക് ചേരുന്നതാണ്. അതിന് ഉദാഹരണം പറഞ്ഞ എന്താണ്? തഅജ്ജുബ്. എന്നാൽ ഇനി അവിടെ ചെറിയ ഒരു ഇത്തിറാളായിട്ടും ഇത്തിറാദും ജവാബും പിന്നെ പറയാൻ പോകുന്നത്. അൽ ആരിദു ഷൈഇ, ഒരു ഷൈഇന് കാരിലാകുന്നത് എന്ന് പറഞ്ഞാൽ
മായക്കോന് മഹ്മൂദൻ അലൈഹി, അത് മഹ്മൂദ് അലൈഹി ആകുന്ന ഒന്നാണ്. ഖാരിജൻ നന്നു, ആ ഷെയ്ന് തൊട്ട് ഖാരിജാണ്. മനസ്സിലായ? ഒരു ഷെയ്ന്റെ മേലില് ഹംദ് ചെയ്യപ്പെടാൻ പറ്റും ചെയ്യും, അതിനെ തൊട്ട് ഖാരിജാവുകയും ചെയ്യും. അതിനെ സംബന്ധിച്ചാണ് ആരിദ് എന്ന് പറയാം. അതിനെപ്പറ്റിയാണ് സത്യത്തിൽ എന്തെന്ന് പറയാ, ആരിദ് എന്ന് പറയാം. ഇപ്പൊ ഏതുപോലെ ഖാത്തിബ് ആരിദാന്നൊക്കെ പറഞ്ഞൂടെ, അൽ ഇൻസാനു ഖാത്തിബ് എന്ന് പറഞ്ഞൂടെ. കാരണം ഖാത്തിബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസാനിന്റെ മേൽ എന്ത് ചെയ്യാം, നമുക്ക് അമല് ചെയ്യാം. അതോടുകൂടി അതിനെ തൊട്ട് ഖാരിജുമാണ്. കാരണം ഇൻസാന് എന്ന് പറഞ്ഞതിന്റെ ഖാത്തിയാത്തിപ്പെട്ടതല്ല ഏത് ഈ ഖാരിജി അല്ല, ഈ ഇൻസാനിന്റെ ഖാത്തിയാത്തിപ്പെട്ടതല്ല ഖാത്തിബ് എന്നുള്ളത്, അതിനകത്ത് ഖാരിജായതാണല്ലോ. എന്നാൽ ഇവിടെ ഇപ്പൊ മെയിനായിട്ടുള്ള ഇത്തിറാദ് താജുബിനുക്ക് ആ ദാത്തിയായ അവാരിദ് എന്നുള്ളതെങ്കിൽ താജുബിനുക്കിനെ ഉദാഹരണമാക്കി കൊണ്ടുവന്നിടത്താണ് ഇഷ്കാലുള്ളത്. എന്നിട്ട് പറയണ താജുബു, ഈ താജുബ് എന്ന് പറഞ്ഞ സാധനം, താജുബ് എന്ന് പറഞ്ഞത് അത് ലൈസ മഹ്മൂലൻ അലൽ ഇൻസാനി, ഇൻസാനിന്റെ മേൽ ഹംദ് ചെയ്യപ്പെടൂല. ഏതുപോലെ അൽ ഇൻസാനു താജുബ് എന്ന് പറയോ? അൽ ഇൻസാമു താജുബ് എന്ന് പറയില്ല, സാധാരണ അങ്ങനെ പറയലില്ല. ലൈസ മഹ്മൂലൻ അലൽ ഇൻസാനി, ഇൻസാന്റെ മേൽ ഹംദ് ചെയ്യപ്പെടൂല. അപ്പൊ ഈ ദാത്തിയായ അവാരിദിനക്ക് താജുബിനെ ഉദാഹരണമായി ഷാരി കൊണ്ടുവന്നത് അത് ശരിയായില്ല എങ്കിൽ ജീബ, ഇനി മറുപടി പറയപ്പെട്ടു. ബി അന്നവും, തീർച്ചയായിട്ടും ഈ ഹുക്കമാൾ യതസാമഊന, അല്ലെങ്കിൽ മുസന്നിഫീങ്ങൾ യതസാമഊന ഫിൽ ഇബാറാത്തി, അവരുടെ ഇബാറത്തുകളിൽ തസാമുഹ് ചെയ്യാറുണ്ട്. തസാമുഹ് എന്ന് പറഞ്ഞാല് അതായത് ഒരു ഇബാറത്ത് കൊണ്ടുവരും, ആ ഉദ്ദേശിക്കപ്പെടുന്ന മാന പൂർണ്ണ വ്യക്തമായ രൂപത്തിൽ നിന്ന് മനസ്സിലാവും, ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂ. അതാണല്ലോ ഫൈനും യതസാമഊന ഫിൽ ഇബാറത്തിൽ അവർ തസാമു ചെയ്യാറുണ്ട്, അധികരിച്ചതായ രൂപത്തില്. എന്നിട്ട് അവരെന്താ ചെയ്യാറുള്ളത്? ഇപ്പൊ യദ്കുറൂന മബ്ദഅൽ മഹ്മൂദി, എന്നിട്ട് മഹ്മൂദിന്റെ മബ്ദയിൽ അവരെന്ത് ചെയ്യും, പറയും. ഇപ്പൊ ഈ ഇൻസാന് എന്ന് പറഞ്ഞതിന്റെ അതായത് ഇപ്പം ഈ മഹ്മൂദിന്റെ മബ്ദയിൽ അവരെന്ത് ചെയ്യും, പറയും. ഇപ്പൊ മഹ്മൂദ് ഇപ്പൊ ഇവിടെ ഏതാണ്, നാത്തിക്ക, എനിക്ക് മുതാജിബാണ്. അൽ ഇൻസാന് മുതാജിബ് എങ്കിൽ അൽ ഇൻസാനു നാത്തിഖുൻ, എങ്കിൽ അൽ ഇൻസാനു ലായിഖുൻ, എങ്കിൽ അൽ ഇൻസാനു കാത്തിബുൻ, അങ്ങനെ പറയാം. അപ്പൊ അത് മഹ്മൂദ. ഈ മഹ്മൂദിന്റെ മബ്ദയിനെ പറയാറുണ്ട്. മബ്ദയിൽ എന്നാ ആ മുസ്തഖിമിന്നു, അതേതാണ് താജുബി, താജുബ് പോലെ, വൽ നുത്ഖി, നുത്ഖ് പോലെ, വൽ ലിഹിക്ക് പോലെ, വൽ കിതാബത്തി, കിതാബത്ത് പോലെ, വഗൈരി, അതല്ലാത്തതുപോലെ. അപ്പൊ സാധാരണ അങ്ങനെ പറയാറുണ്ട്. എന്നിട്ടോ വയുരീദൂന, എന്നിട്ട് ഈ പറയപ്പെട്ടതായ ഇവര് ഉദ്ദേശിക്കാറുമുണ്ട്, അവര് ഉക്കമാവ് ഉദ്ദേശിക്കാറുണ്ട്. ബിഹാ, ഈ പറഞ്ഞത് കൊണ്ട്, ഈ പറയപ്പെട്ടതായ താജു പോലോത്തതുണ്ടല്ല, അതുകൊണ്ട് അവര് ഉദ്ദേശിക്കും അൽ മഹ്മൂലാത്തിൽ മുസ്തഖത്ത മിൻഹ, അതിൽ നിന്ന് പിടിക്കപ്പെടുന്നതായ മഹ്മൂദുകളെ. അതേതാണ്? താജുബിൽ നിന്ന് പിടിക്കപ്പെട്ടത് മുതാജിബ്, നുത്ഖിൽ നിന്ന് പിടിക്കപ്പെട്ടത് നാത്തിക്ക്, ലേക്കിൽ നിന്ന് പിടിക്കപ്പെട്ടത് ലാഹിക്ക്, കിതാബത്തിന് പിടിക്കപ്പെട്ടത് കാത്തിബ്. മനസ്സിലായ? അപ്പൊ അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ അതടിസ്ഥാനത്തിലാണ് ഇവിടെ താജുബ് എന്നുള്ളതിന് താത്തിയായ അവാരിദായിട്ട് ഉദാഹരണം പറഞ്ഞത്. ശരി, അതാണ് കഴിഞ്ഞു. ഇനി വായനം, ഇനി മനസ്സിലായി. അന്നൽ അവാരിദ, തീർച്ചയായും അവാരിദ് എന്ന് പറഞ്ഞാല് അല്ലത്തി, എങ്ങനത്തെ അവാരിദാണ്? തൽഹഖുലിൽ അഷിയായി, ഒരു അഷിയായിലേക്ക് അത് ചേരും. അതായത് ഐദി ദവാത്തിഹ, റാത്തുകളിലേക്ക് ചേരും. അപ്പൊ ഒരു അഷിയായിന്റെ റാത്തിലേക്ക് പുതുതായി ചേരുന്നതായ ഒന്ന് അവാരിദ്,
അങ്ങനത്തെ അവാരിദ് ലാ യകൂനു ബൈനഹ വ ബൈന തിൽക്കൽ അശിയായി, ലാ യകൂനു ഉണ്ടാകൂല, ബൈനഹ അത്തരം അവാരിദുകളുടെ ഇടയിലും വ ബൈന തിൽക്കൽ അശിയായി ഈ പറയപ്പെട്ട അശിയായിന്റെയും ഇടയിൽ. ഇപ്പൊ ഉദാഹരണം പറയാം, പിന്നെ കാത്തിബ്, അതുപോലെ തന്നെ നാത്തിക്ക്, വായിക്ക്, പിന്നെ കാത്തിബ്, ഇതുപോലത്തെ കാണോ ഏത് ആദാത്തിയായ അവാരിദുകൾ, അശിയാണ് അഥവാ ഇൻസാന്, അവ രണ്ടിന്റെയും ഇടയില് എന്താണ് ഉണ്ടാകൂല. എന്തുണ്ടാവൂല? വാസിത്തൻ, ഒരു വാസിത്ത ഉണ്ടാവൂല. ഇൻസാനു കാത്തിബ് നമ്മൾ പറയുമ്പോ അൽ ഇൻസാനു കാത്തിബുൻ എന്ന് പറയുമ്പോ കാത്തിബിന്റെയും ഇൻസാനിന്റെയും വാസിത്ത വേണ്ട. നമ്മൾ ഫിത്തരിയാത്തിയെ പറ്റി പറഞ്ഞ പോലെ അത് വാസിത്തന്റെ ആവശ്യമില്ല. രണ്ടെണ്ണത്തിന്റെ ഇടയില് വാസിത്തന്റെ ആവശ്യം അവിടെ ഇല്ല. മനസ്സിലായ? അപ്പൊ ഞാൻ യകൂനു ബൈനഹ വ ബൈന തിൽക്കൽ അശിയായി, അതായത് ആ അശിയായിന്റെയും ഈ പറയപ്പെട്ടതായ ഈ മുസ്തഖത്തായ മഅമൂലാത്തുകളുടെയും ഇടയില് എന്തുണ്ടാവൂല? വാസിത്ത ഉണ്ടാവൂല. ഏത് വിഷയത്തില്? ഈ സുബൂത്തിഹ, ഈ പറയപ്പെട്ട മഅമൂലാത്തുകളെ ഈ പറയപ്പെട്ടതായ അശിയായിനക്ക് സുബൂത്താക്കുന്ന വിഷയത്തില്. എങ്ങനെ? ബിഹസബി നഫ്സിൽ അംരി, യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നഫ്സുൽ അംറിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ നഫ്സുൽ അംറിന്റെ അടിസ്ഥാനത്തിൽ ഏതുണ്ടാവൂല? വാസിത്ത ഉണ്ടാവൂല. അപ്പൊ ഇനി വേറെ ചോദ്യം, അമ്മൽ ഇൽമു, എന്നവ അമ്മൽ ഇൽമു, അപ്പോൾ ഒരു അറിവ്, ഏതുകൊണ്ടുള്ള അറിവ്? ബി സുബൂത്തിഹ, ഈ പറയപ്പെട്ടതായ മഹ്മൂലാത്ത് സുബൂത്താണ് എന്നത് കൊണ്ടുള്ള അറിവ്. ഏതിനക്ക്? ലഹ, ലഹ ഈ പറയപ്പെട്ടതായ അശിയായിനിക്ക്, ഈ പറയപ്പെട്ട അശിയായിനിക്ക് ഈ മഹ്മൂലാത്ത് സുബൂത്താണ് എന്നത് കൊണ്ടുള്ളതായ അറിവ്. ഫറുബ്ബമാ ചിലപ്പോൾ യഹ്താജു ആവശ്യമാകുന്നതാണ്. എങ്ങോട്ടാവശ്യമാവും? ഇലാ ബുർഹാനിൻ, ബുർഹാനിലേക്ക് ആവശ്യമാകും. മനസ്സിലായില്ലേ? ബുർഹാനിലേക്ക് എന്താണ്? ആവശ്യമാകും. മനസ്സിലായ? ഇവരിപ്പോ ബുർഹാനിലേക്ക് ആവശ്യമാകുമെന്നാണ് പറയുന്നത്. ബുർഹാനിലേക്ക് ആവശ്യമാകുമെന്നാണ് പറയുന്നത്. അതിപ്പോ സത്യത്തിൽ പറഞ്ഞാൽ എന്റെ റഈ പ്രകാരം പറയുകയാണെങ്കിൽ ലാ യകൂനു ബൈനഹു വ ബൈന തിൽക്കൽ അശിയായി വാസിതത്തുൻ, വാസിത വേണ്ടാന്നല്ലേ? വാസിത്ത വേണ്ടാന്ന് വെക്കുമ്പം പിന്നെപ്പോ എന്തിനാണ് ബുർഹാനിന്റെ ആവശ്യം വരിക? ഈ പറയപ്പെട്ടതായ അശിയായിനെ, അതായത് ഈ മഹ്മൂലാത്താകുന്ന ഈ മഹ്മൂലാത്തുകളെ ഈ അശിയായിനക്ക് സുബൂത്താക്കണമെങ്കിൽ എന്തില്ല? അവിടെ വാസിത്തല്ല. അപ്പൊ അങ്ങനാണെങ്കിൽ ഇത് നിനക്ക് സുബൂത്താക്കാന് പിന്നെന്തിനാണ് ബുർഹാന്റെ ആവശ്യം? ബുർഹാന്റെ ആവശ്യമില്ലല്ലോ, അതിന്റെ ദാത്തിലേക്ക് ആരിതാകുന്ന ഒന്നല്ലേ. പിന്നെ അവിടെ ബുർഹാന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് മീർ അവിടെ ബുർഹാനി എന്നുള്ള കൗല് പറഞ്ഞതെങ്കിൽ ഫീഹി ശക്കും മഷ്ഹൂർ, ചിന്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഉസ്താദുമാരെ ചിന്തയിൽ വന്നിട്ടുണ്ടെങ്കിൽ ചർച്ച ചെയ്യാവുന്നതാണ്. എന്റെ അഭിപ്രായ പ്രകാരം റുബ്ബമായ ബുർഹാനിൻ, അതിന്റെ ആവശ്യകത വരുന്നില്ലല്ലോ എന്നുള്ളതാണ്.
കാരണം അമ്മ ജിൽമുബി തൂത്തിയാലഹു, കാരണം ഇവിടെ ദാത്തിനിക്ക് ആരിതാകണമെന്നല്ലേ. പിന്നെ ഇനിയിപ്പോ ഒരു ബുർഹാന്റെ ആവശ്യമില്ലല്ലോ. ബുർഹാൻ എന്ന് പറഞ്ഞാല് അതായത് വ്യക്തമല്ലാത്ത ഇടത്താണ്, അത് ലാഹിറാണല്ലോ. ഏതായാലും ശരി. ചിലപ്പം നീർ നമ്മൾ ഉദ്ദേശിക്കാതെ വേറെ വല്ല തൗജിയും കണ്ടിട്ടുണ്ടാവാ. മനസ്സിലായ? അത് നമുക്ക് മനസ്സിലായി, നമുക്ക് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യുകയും ചെയ്യാം. ഇനി അടുത്ത ചർച്ച ഖൗലുഹു കൽ ഹർക്കത്തി ബിൽ ഇറാദത്തി ലാഹിഖത്തി ലിൽ ഇൻസാനി. ഇതാ ചർച്ച. അടുത്ത ചർച്ച പേരെ നമ്മൾ പറഞ്ഞല്ലോ. അതായത് പിന്നെ ദാത്തിയായ അവാരിദിക്ക് പല രൂപമുണ്ട്. ഒരു രൂപം നമ്മൾ പറഞ്ഞത് ഷെയ്ഇന്റെ ദാത്തിലേക്ക് ആരിതാകുന്നത്. രണ്ടാമത്തത് എന്താണ്? ഒരു ഷെയ്ഇനിക്ക് അതിന്റെ ജുസിയിലേക്ക് ആരിതാകുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് കൽ ഹർക്കത്തി ബിൽ ഇറാദത്തി അൽ ലായിക്കത്തി ലിൽ ഇൻസാനി. കണ്ടില്ലേ? കൽ ഹർക്കത്തി ബിൽ ഇറാദത്തി, ഇറാദത്ത് കൊണ്ടുള്ള ഹർക്കത്ത് ഇൻസാനിലേക്ക് ചേരും. അതെങ്ങനെ? വാസിത്തത്തി അന്നാവോ ഹയവാനാണ് എന്ന ഭാഗത്തിലൂടെ. ഈ അടിസ്ഥാനത്തിൽ ഇത് ഷാരി പറഞ്ഞ അഭിപ്രായമാണല്ലോ. അപ്പൊ ഈ അടിസ്ഥാനത്തിലൂടെ ആയിരിക്കാം ചിലപ്പം ബുർഹാന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക അജ്മീർ. ഏതായാലും നമ്മളെ ചർച്ചപ്പതാണ് കൽ ഹർക്കത്തി ബിൽ ഇറാദത്തി ലായിക്കത്തി ലിൽ ഇൻസാനി ബിവാസിത്തത്തി അന്നഹു ഹയവാനുൻ. അഖൂൽ, ഞാൻ പറയട്ടെ. വദീഖുൽ മുതാഖിരീന, മുതാഖിരീങ്ങളായ മനാത്തിക്കത്തിന്റെ റേയി, അവരുടെ മാർഗം. അന്നഹും, തീർച്ചയായിട്ടും അവര്, യജ്അലൂന ലാഹിക്ക, ചേരുന്ന ഒന്നിനെ അവരാക്കും. എങ്ങനെ ചേരുക? ബിവാസിത്തത്തിൽ ജുസിഇൽ അഅമ്മി, അഅമ്മായ ജുസിഇനിക്ക് ചേരുന്നതായ, അഅമ്മായ ജുസിഇന്റെ വാസിത്തന്റെ അടിസ്ഥാനത്തില് ചേരുന്ന ഒന്നിനെ അവരാക്കും. അങ്ങനെ അഅമ്മായ ജുസിഇന്റെ വാസിത്തയോടുകൂടെ ഒരു ഷെയ്ഇനിക്ക് ആരിതാകുന്ന ചേരുന്ന ഒന്നിനെ അവര് ആക്കും. എന്താക്കും? മിനൽ അഅറാദി ദാത്തിയ്യ, ദാത്തിയായ ആരിദുകളില്, ദാത്തിയായ അവാരിദുകളിൽ എന്ത് ചെയ്യും? അവരതിനെ ഉൾപ്പെടുത്തും. എങ്ങനത്തെ ദാത്തിയായ അവാരിദാണ്? അത് പിന്നെ ഇവിടെ അല്ലത്തി എന്ന് പറഞ്ഞ സിഫത്ത് പിന്നെ മൂവിഹത്തായ സിഫത്താണ്. ഈളാണ് അവിടെ ഉള്ളത്. പിന്നെ എന്തല്ല തഖീദിയോ തഖ്സീസോ ഒന്നല്ല അവിടെ. എന്നിട്ട് പറയാണ് എങ്ങനത്തെ ദാത്തിയായ അവാരിദുകളാണ്? യുബ്അതു അന്നാ ഫിൽ ഉലൂമി, അവകളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട് ഇൽമുകളിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചർച്ച ചെയ്യപ്പെടാറുണ്ട്. അപ്പൊ ആ ചർച്ച ചെയ്യപ്പെടാറുള്ളതായ പിന്നെ ചർച്ച ചെയ്യപ്പെടാറുള്ള ദാത്തിയായ അവാരിദിനേക്കാളും അമ്മായ ഒരു ജുസിന്റെ വാസ്യതയോടുകൂടി ഒരു ഷെയ്യിലേക്ക് ചേരുന്നതായ ഒന്നിനെ ഒരു ദാത്തിയായ ഒരു ദാത്തിയായ അവാരിദിൽ നിന്ന് അമ്മായ ജുസീന്റെ വാസിത്തയോടുകൂടെ ഒരു ഷെയ്ഇനിക്ക് ലായിക്കാകുന്ന ചേരുന്നതായ ഒന്നിനെ സംബന്ധിച്ച് ഒരു ദാത്തിയായ അറാദ് എന്നും ചെയ്യാറുണ്ട്, പറയാറുണ്ട്. എങ്ങനത്തെ ദാത്തിയായ അവാരിദ്? സാധാരണ ഇൽമുകളിലൊക്കെ ചർച്ച ചെയ്യപ്പെടാറുന്ന ദാത്തിയായ അവാരിദ്. ആ ദാത്തിയായ അവാരിദുകളിൽപ്പെട്ടതാണ് ഏത്? ഈ അമ്മായ ജുസീന്റെ വാസ്യതയോടുകൂടെ ചേരുന്ന ഒന്ന് എന്ന് ആരെന്ത് ചെയ്യാറുണ്ട്? ചില ആളുകൾ പറയാറുണ്ട്. എന്നാൽ ബലിൽ ഹഖു എന്ന സത്യം അങ്ങനല്ല. ബലിൽ ഹഖു സത്യമാകുന്നത് എന്താണ്? ബലിൽ ഹഖു സത്യം എന്ന് പറഞ്ഞത് ഇവരിപ്പം ബന്ധം മനസ്സിലായില്ലേ? ഇവരിപ്പം പറഞ്ഞ വിഷയം എന്താണ്? അതായത് ഒരു ഷെയ്ഇനിക്ക് അമ്മായ ജുസീന്റെ വാസിത്തയോടുകൂടെ
ചേരുന്ന ഒന്ന്. അമ്മായ വസപ്പ തന്നെ ഇത് മുതഹരിക്കും ബിൽ ഇറാദ. ഈ മുതഹരിക്കും ബിൽ ഇറാദ എന്നുള്ളത് ഇൻസാനിലേക്ക് ചേരുന്ന ഒന്നാണ്. ആ ഇൻസാനിലേക്ക് ചേരുന്നതാണ്. ആ ഇൻസാനിലേക്കുള്ള ജുസുക്കളാണല്ലോ അയവാനും നാത്തിക്കും. അതിൽ നിന്ന് ഏറ്റവും അമ്മായ ജുസ് ആണല്ലോ അയവാന്. അതിന്റെ വാസ്യതയോട് കൂടിയാണല്ലോ ഇത് തഹറുക്കും ബിൽ ഇറാദത്ത് എന്നുള്ളത് ഇൻസാനിലേക്ക് ലാഹിക്കാകുന്നത്. അപ്പൊ സത്യത്തിൽ പറഞ്ഞ അങ്ങനെ ചെയ്യാ എന്ന് പറഞ്ഞ കാര്യം ലൈസത്ത് ബി സഹീഹത്തി, അത് ശരിയല്ല. അത് സഹിയായ ഒരു നിഗമനം, ഒരു തരീഖല്ല. ആ തരീഖ് ബലിൽ ഹഖോ, എങ്കിലും സത്യമായ തരീഖ് എന്താണ്? അന്നൽ അയറാദിയ്യ അന്നൽ അയറാദ ദാത്തിയ്യ, തീർച്ചയായും ദാത്തിയായ അയറാദ് മാ അത് ഒന്നാണ്. യൽഹഖു ശൈഅ, ഒരു ശൈഇനിക്ക് അത് ചേരും. അതായത് ലിദാത്തിഹി, ആ ശൈഇന്റെ ദാത്തിലേക്ക് ചേരും. ഒരു ശൈഇനോട് ചേരുന്ന ആ ശൈഇന്റെ ദാത്തിലേക്ക് ചേരും. ആ ശൈഇന്റെ ദാത്തിലേക്ക് ചേരുന്ന ഒന്നാണ് ഏത്? ദാത്തിയായ അവാരിദ്. അലിംഗൗലിമായുസാവി, അല്ലെങ്കിൽ അതിനോട് മുസാവിയായ ഒന്നിലേക്ക് എന്ത് ചെയ്യും? ചേരും. അത് ചിലപ്പോൾ മഹമൂദായിട്ട് വരാം, മഹമൂദ് അലിയായിട്ടും വരാം, അല്ലാത്ത രൂപത്തിലും വരാം. മനസ്സിലായില്ല? മുസാവിയായ ഒന്നിലേക്ക്, വുജൂദിന്റെ വിഷയത്തിലുള്ള മുസാവി. അത് സവാവും കാന ജുസ് അല്ലഹു, അത് അതിന്റെ ജുസ് ആയിട്ടും വരാം. ഔ ഖാരിജൻ എന്നോ അതിനകത്തിട്ട് എന്താവാ ഖാരിജിയായിട്ടും വരാം. അപ്പൊ സത്യത്തിൽ ദാത്തിയായ അവാരിദ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന് അതിന്റെ ദാത്തിനിക്കോ അല്ലെങ്കിൽ അതിനോട് മുസാവിയായ ഒന്നിനിക്കോ എന്ത് ചെയ്യാ ആരിതാകുന്ന ഒന്ന്, അതിനെ സംബന്ധിച്ചാണ് ദാത്തിയായ അവാരിദ് എന്ന് എന്ത് ചെയ്യാ പറയാം. പക്ഷെ മുതഅഖിരീങ്ങളുടെ തരീഖ്, ഈ പറഞ്ഞ തരീഖ് എന്തല്ല, ശരിയായ തരീഖ് അല്ല. ഇനി ഖൗലുഹു ലിമാ ഫിഹാ മിനൽ ഖറാബത്തി ബിൽ ഖിയാസ് ഇലൽ മഅഹൂലി മഅറൂദി, ഇത് അതിപ്പോ എവിടെ പറഞ്ഞത്? അതിപ്പോ നമ്മളിവിടെ പറഞ്ഞല്ലോ. അതായത് ഷാരിന്റെ കൗലി വിശദീകരിച്ചെടുത്ത് പറഞ്ഞു. എന്താ ഷാരിന്റെ കൗലി വിശദീകരിച്ച്? വൽ ആരിദു ലിൽ ഖാരിജിൽ അഖസി കൽലൈക്കിൽ ആരിദിൽ ഹയവാന് ബിവാസിദതി ഇന്നഹു ഇൻസാൻ വഹുവ അഖസ്സു മിനൽ ഹയവാനി വൽ ആരിദു ബിസബബിൽ മുബായിനി കൽ ഹറാറത്തിൽ ആരിദതി ലിൽ മായി ബിസബബിൻ നാരി വയ്യ മുബായിനത്തുൻ ലിൽ മായി തുസമ്മ അയറാദൻ ഗരീബത്തൻ, ഗരീബായ അയറാദ് എന്ന് പേര് പറയപ്പെടും. ഖറാബത്തി, അവരുടെ ഖറാബത്തുണ്ട്. എങ്ങനെ? ബിൽ ഖിയാസി ഇലാ ദാത്തിൽ മഅറൂദി, മഅറൂദിന്റെ ദാത്തിലേക്ക് ഖിയാസാക്കൽ കൊണ്ട്. ആ പറഞ്ഞതാണ് നീ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഷാരി വിശദമായി പറയും. അതെ, അന്ന സലാസത്തൽ ഉവല, തീർച്ചയായും ആദ്യത്തെ 3 കാര്യം. അപ്പൊ മൊത്തത്തിൽ ഇവിടെ 6 കാര്യം ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അവാരിദ് 6 ഉണ്ട്. ഏതാണ്? അതായത് ഒന്ന് ദാത്തിലേക്ക് ആരിതാകുന്നത്, ജുസിയിലേക്ക് ആരിതാകുന്നത്, ഖാരിജിയായ അമ്രിലേക്ക് ആരിതാകുന്നത്. പിന്നെ ഈ ഖാരിജിയായ മാരൂദത് ഖാരിജിയായ അമ്ര തന്നെ അത് മുസാവിയായി വരുന്നത്, അമ്മായിട്ട് വരുന്നത്, അഹസായി വരുന്നത്, മുബായിനായിട്ട് വരുന്നത്. അങ്ങനെ 6 രൂപം പറഞ്ഞു. അതായത് ഒന്ന് ദാത്തിലേക്കോ ജുസിയിലേക്കോ ആരിതാകുന്നത്, ദാത്തിലേക്ക് ആരിതാകുന്നത് അല്ലെങ്കിൽ ജുസിയിലേക്ക് ആരിതാകുന്നത്, പിന്നെ ഖാരിജിയായ അമ്രിലേക്ക് ആരിതാകുന്നത്. പിന്നെ പറഞ്ഞത് ഏതാണ്? മുസാവിയായ അമ്രിലേക്ക് ആരിതാകുന്നത്, മുസാവിയായി വരുന്നത്, ആമ്മായി വരുന്നത്, അഹസായി വരുന്നത്, മുബായിനായി വരുന്നത്. അന്നൽ അവാരിദ സിത്തുൻ എന്ന് പറഞ്ഞ നമ്മള് ഒരു ഷൈഇനിക്ക് ആരിതാകുന്നത് ഒരു പക്ഷെ ദാത്തിലേക്ക് ചേർത്തിട്ടാവാം, ജുസിയിലേക്ക് ചേർത്തിട്ടാവാം, ഖാരിജിയായ അമ്രിലേക്ക് എന്താണ് ചേർത്തിട്ടാവാം.
പിന്നെ മുസാവിയായ അമ്രിലേക്ക് അപ്പൊ ആദ്യത്തെ മൂന്നെണ്ണം ഇതാണ്. ഒന്ന് മഅറൂദിന്റെ ദാത്തിലേക്ക് ആരിതാകുന്നത്, ജുസിയിലേക്ക് ആരിതാകുന്നത്, മുസാവിയായ ഒന്നിലേക്ക് എന്ത് ചെയ്യുക, ആദിലാണ് മുസാവിയായ ഒന്നിലേക്ക് എന്താകുന്നത്, ആരിതാകുന്നത്. ഇതിനിക്കാണ് ദാത്തിയായ അയറാത്. 6 പറഞ്ഞില്ല, അവാരിദുകൾ 6 പറഞ്ഞു. അതിൽപ്പെട്ട 3 നമ്മൾ ആദ്യം പറഞ്ഞ 3. ഇനി അന്ന സലാസത്തൽ ഉപല, തീർച്ചയായും ആദ്യം പറഞ്ഞ 3 നമ്മൾ പറയാം. ആദ്യം പറഞ്ഞ 3 ഒന്നുകൂടി നമുക്ക് പറയാം. ആദ്യം പറഞ്ഞ 3 ഇപ്പൊ ഇവിടെ ഏതാണ്? ഒന്ന് മഅറൂദിന്റെ ദാത്തിലേക്ക് ആരിതാകുന്നത്, ജുസിയിലേക്ക് ആരിതാകുന്നത്, മുസാവിയായ അമ്രിലേക്ക് ആരിതാകുന്നത്. അതൊക്കെ സത്യത്തിൽ പറഞ്ഞാൽ മിനൽ അയറാബി, അയറാബിപ്പെട്ടതാണ്. എന്താ കാരണം? പിന്നെ ലിമാ അതായത് ഉസ്തിനദത്ത് ഇലദാത്തി, അത് ദാത്തിലേക്ക് ചേർക്കപ്പെട്ടതായി എന്ന കാരണത്തിന് വേണ്ടിയിട്ട്. ഇമാ ഒന്നിനിക്ക് ഉള്ളതായ അയറാബിപ്പെട്ടതാണ്. എങ്ങനത്തെ ഒന്നാണ്? ഉസ്തുനിദത്ത്, അതിനെ ചേർക്കപ്പെട്ടിരിക്കുന്നു ഇലദാത്തി, ദാത്തിലേക്ക്. എങ്ങനെ? ഫിൽ ജുംല, ഫിൽ ജുംലയിൽ ബാബുലാഹ്, എങ്ങനെ ചേർത്തി? നിസ്ബതൻ, ഒരു ചേർക്കല്. എങ്ങോട്ട് ചേർക്കുക? ഇലദാത്തി, ദാത്തിലേക്ക് ചേർക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞ പത്തലുള്ളവരെ പറഞ്ഞ വിഷയം, അതായത് ആദ്യത്തെ മൂന്നെണ്ണം ദാത്തിലേക്ക് എന്താണ്, കവിയായ രൂപത്തിൽ ചേർക്കപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്, അത് ദാത്തിലേക്ക് ചേർക്കപ്പെടുമെന്ന് പറയാനുള്ള കാരണം. മനസ്സിലായില്ലേ? ലമ്മസ്തുനിദത്ത് മനസ്സിലായില്ലേ? ലമ്മസ്തുനിദ ദാത്തി ബിൽ ജുംലത്തി നിസ്ബത്തൻ ദാത്തി, അതായത് ദാത്തിലേക്ക്, ഫിൽജുംലയിലെ ദാത്തിലേക്ക് ശക്തിയായ രൂപത്തിൽ ചേർക്കപ്പെടുന്നതായ ഒന്ന്, അതിനെ സംബന്ധിച്ച് ദാത്തിയായ ആരിത് എന്നെന്ത് ചെയ്യും, പറയപ്പെടും. ദാത്തീയത്ത് എനിക്ക് ദാത്തീയത്ത് എന്ന് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. എന്നവ അമ്മ സലാസത്തുൽ അഖീറത്ത്, അവസാനം പറഞ്ഞ 3 അവസാനം പറഞ്ഞ 3 ഏതാണ്? മുസാവിക്ക്, പിന്നെ മുസാവിയല്ല, അതായത് അമ്മായ ഒന്നിന് കാര്യമാകുന്നത്, അഹസിന് കാര്യമാകുന്നത്, മുബായിന് കാര്യമാകുന്നത്. അപ്പൊ ഈ അവസാനത്തെ 3 ഫഹിയ, അത് വൈൻകാനത്തെ ആരിദത്തൻ, അത് ആരിദത്താണെങ്കിലും ശരി, വൈൻകാനത്തെ ആരിദത്തൻ ദാത്തിൽ മഅറൂദി, മഅറൂദിന്റെ ദാത്തിനൊക്കെ ആരിദാകുന്നതാണ്. പക്ഷേ ഇല്ല അന്നഹ ലൈസത്ത് മുസ്തനദത്തൻ ഇലൈഹാ, മനസ്സിലായില്ലേ? നേരിട്ട് എന്ത് ചെയ്യൂല, അത് ഈ പറയപ്പെട്ടതായ ഈ അഷിയായിലേക്ക് എന്ത് ചെയ്യൂല, അതിനെ ചേർക്കപ്പെടൂല. ഈ അവാരിതകളെ ലൈസത്ത് ആ ദാത്ത് അല്ല, അതിലേക്ക് എന്ത് ചെയ്യൂല, ചേർക്കപ്പെടൂല, നേരിട്ട് ചേർക്കപ്പെടൂല, അല്ലെ വാസിത്തുണ്ടാവും. അപ്പൊ അങ്ങനെ വെക്കുമ്പം അപ്പൊ ഈ പറയപ്പെട്ടതിലുണ്ടാവും. ഏത് പറയപ്പെട്ട ഇത്? ഈ അവസാനം പറഞ്ഞതായ ഈ അവാരികൾ പറഞ്ഞില്ലേ, ആ അവാരികളിൽ ഉണ്ടാവും ഒറാബത്തുണ്ടാവും, പക്ഷെ അവ്യക്തത. ബിൽ ഖിയാസ് ദാത്തിൽ മഅറൂദി, മഅറൂദിന്റെ ദാത്തിലേക്ക് ചേർത്തി നോക്കൽ കൊണ്ട്, അത് കാരണം കൊണ്ട് വലന്തും സബീലിയ, അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യൂല, ചേർക്കപ്പെടൂല. ഇതിലേക്ക് ഈ പറയപ്പെട്ടതായ പിന്നെ അഷിയായിലേക്ക് അതിനെന്ത് ചെയ്യൂല, ചേർക്കപ്പെടൂല. അഷിയായിലേക്ക് എന്ത് ചെയ്യൂല, ചേർക്കപ്പെടൂല. പിന്നെയോ ബൽസുമിയത്ത് അയറാദൻ ദാത്ത് വരീബത്തൻ, അപ്പൊ എനിക്ക് വരീബായ അയറാദ് എന്നെന്ത് ചെയ്യും, പേര് പറയപ്പെടും. വരീബായ അയറാദ് എന്നെന്ത് ചെയ്യും, പറയും. ഇനി
ഖൗലുഹു വൽ ഉലൂമു യുബ്അസു ഫീഹാ അൻ ഇല്ലാ അനിൽ അറാദി ദാത്തിയാതി ഇൽമാഉ മൗദൂആതിഹാ. ഇതാണ് ഇനി അടുത്ത ചർച്ച. അവിടെ നമ്മൾ പറഞ്ഞല്ല വൽ ഉലൂമു ലാ യുബ്അസു ഫീഹാ, അതായത് ഏത് ഇൽമുകളായാലും ആ ഇൽമുകളിലൊക്കെ അതിന്റെ മൗദൂആത്തിനക്ക് ദാത്തിയായ അറാദുകളെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞില്ലേ. അതാണ് ചർച്ച. വദാലിക, അതിന്റെ കാരണം. പിന്നെ ലിഅന്നൽ മഖ്സൂദ, തീർച്ചയായിട്ടും ഉദ്ദേശിക്കപ്പെടുന്നത്, ഫിൽ ഉലൂമി, ഇൽമുകളിൽ ഉദ്ദേശിക്കപ്പെടുന്നത്, ബയാനു അഹ്വാലി മൗദൂഇഹ, ബയാനു അഹ്വാലി മൗദൂഇഹ, ഇൽമുകളുടെ മൗദൂകളുടെ അവസ്ഥകളെ ബയാൻ ചെയ്യലാണ്. ഏത് ഇൽമുകളായാലും ആ ഇൽമിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അവയുടെ മൗദൂഇന്റെ അവസ്ഥകൾ. ഇപ്പൊ ഉദാഹരണം, ഇപ്പൊ നമ്മള് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മന്ദിക്കിൽ ഇപ്പം എന്റെ മൗദൂആണല്ലോ മാലൂമാത്തു തസ്ദീഖയും മാലൂമാത്തു തസവ്വുരിയും. അപ്പൊ ആ മാലൂമാത്തു തസ്ദീഖയും മാലൂമാത്തു തസവ്വുരിന്റെ അഹ്വാലുകളെ സംബന്ധിച്ചാണ് എന്ത് ചെയ്യല്, ചർച്ച ചെയ്യല്. അതുപോലെ ഇൽമു തിബ്ബില് ബദലുൽ ഇൻസാനെ പറ്റിയാണ് ചർച്ച ചെയ്യാറുള്ളത്. അതേപോലെയാണ് എന്ത് ഇൽമുകളില് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ വലാറാദു ദാത്തിയത്തു, ദാത്തിയായ അറാദുകൾ, ഒരു ഷൈഇനുള്ളതായ ദാത്തിയായ അറാദ് എന്ന് പറഞ്ഞാൽ അഹ്വാലുൻ ലഹു ഫിൽ ഹഖീഖത്തി, ഹഖീഖത്തിൽ അതിന്റെ അഹ്വാലാണ്. ഒരു ഇൻസാനിற்கு ഇൻസാനിற்கு ദാത്തിയായ അറാദ് എന്ന് പറഞ്ഞാല് അത് ഹഖീഖത്തില് ആ ഇൻസാനിക്ക് ഉണ്ടാകുന്ന അവസ്ഥകൾ അല്ലേ, ഇൻസാനിക്ക് ഉണ്ടാകുന്ന അവസ്ഥകൾ, ആ അവസ്ഥകളാണ് സത്യത്തില്. ഇപ്പൊ നമ്മൾ തഅജ്ജുബ്, അതൊക്കെ അവസ്ഥകളാണ്. തഅജ്ജുബ്, നൊത്തുക്ക്, അതുപോലെ ലഹിക്ക്, കിതാബത്ത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. എന്നാൽ വഅമ്മൽ അഅറാദുൽ ഗരീബത്ത്, ഇനി ഗരീബായ അഅറാദ് എന്ന് പറഞ്ഞാല് ഫഹിയ ഫിൽ ഹഖീഖത്തി, അത് ഹഖീഖത്തില് അഹ്വാലുൽ അശിയായി, മനസ്സിലായില്ലേ, അഹ്വാലുൽ അശിയായി, അഹ്വാലുൽ അശിയായി, അത് അശിയായിന്റെ ചില അവസ്ഥകളാണ്. ഉഹറ, വേറെ ചില അശിയാകളുടെ എന്താണ് അവസ്ഥകളാണ്. ഈ ഗരീബിയായ അഅറാദ് എന്ന് പറഞ്ഞാൽ ഫഹിയ, അപ്പൊ ഈ പറയപ്പെട്ട ഗരീബിയായ അഅറാദുകള് ബിൽ ഖിയാസി ഇലൈഹ, ആ അശിയായിലേക്ക് ചേർത്തി നോക്കുമ്പം അത് ദാത്തിയായ അഅറാദാവും, ദാത്തിയായ അഅറാദാവും. ഫയജിബു, അപ്പൊ നിർബന്ധമാവും അയ്യുബാൻ, അതിനെ തൊട്ട് ചർച്ച ചെയ്യപ്പെടെ ഫിൽ ഉലൂമി, ഇൽമുകളില്. അപ്പൊ എന്ത് ചെയ്യാ, ചർച്ച ചെയ്യാം. മനസ്സിലായില്ലേ? ഏത് ഈ പറയപ്പെട്ട ഗരീബായ അഅറാദുകളെ ഏത് ഈ പറയപ്പെട്ടതായ ഇൽമുകളിലേക്ക് ചേർത്തി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അശിയായിലേക്ക് ചേർത്തി നോക്കുകയാണെങ്കിൽ, അപ്പൊ ഇൽമുകളിൽ എന്ത് ചെയ്യൽ, ചർച്ച ചെയ്യപ്പെടാം. അപ്പൊ അതുകൊണ്ട് തന്നെ വയജിബു, നിർബന്ധമാകുന്നതാണ് അയ്യുബാൻ, ഇവകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടും. പിന്നെ ഉലൂമി, ഇൽമുകളിൽ. എങ്ങനത്തെ ഇൽമുകളിൽ? അൽ ബായിസത്തിന് അഹ്വാലി തിൽക്കൽ അശിയായി, ഈ പറയപ്പെട്ട അശിയായിന്റെ അവസ്ഥകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന. ഉദാഹരണം പറയാം, മസലം ഒരു ഉദാഹരണം നമുക്ക് പറയാം. അൽ ഹർക്കത്തു, ഹർക്കത്ത് എന്നുള്ളത് അതിനെ ഏതിലേക്ക് ചേർക്കുക, അബിയലിലേക്ക് ചേർക്കുക. ബിൽ ഖിയാസിൽ അബിയലി, അബിയലിലേക്ക് ചേർക്കൽ കൊണ്ടുള്ള ഹർക്കത്ത്, അബിയൽ. ഈ അബിയലിനൊക്കെ ഉണ്ടാകുന്ന ഹർക്കത്ത് അത് അറവുൻ ഗരീബുൻ. എന്താ കാരണം? ഈ അബിയലിനക്ക് അർക്കത്തില്ലാത്ത അബിയൽ ലോകത്തുണ്ടാവൂല. വെള്ള ചുമര്, അതിന് അർക്കത്തുണ്ടാ ഇല്ല. ഈ വർക്കത്തുണ്ടായിട്ടും വരാം. അവ എന്താണ്? ഗരീബായ അർലായി. വബിൽ ഖിയാസിൽ ജിസ്മി, ഈ പറയപ്പെട്ടതായ ഈ ഹർക്കത്ത് എന്നുള്ളത് ജിസ്മിലേക്ക് ചേർത്തി നോക്കുകയാണെങ്കിൽ അറളും ദാത്തിയൻ, അത് ദാത്തിയായ ഒരു അറളാണ്, ദാത്തിയായിട്ടുള്ള ഒരറളാണ്. ഇത് ഒരു ജിസ്മിലേക്ക് ചേർത്തി നോക്കുമ്പം, ഒരു ജിസ്മിലേക്ക് ചേർത്തി നോക്കുമ്പം. പക്ഷെ എന്നിരുന്നാലും അല്ലബിയൽ എന്ന് പറഞ്ഞതിലേക്ക് ചേർക്കുമ്പോ എന്താണ്?
ഖരീബായ അറളാന്ന് പറഞ്ഞതിലപ്പോ ഇഷ്കാല് വരുന്നില്ല. പക്ഷെ ജിസ്മിലേക്ക് ചേർക്കുമ്പോ ദാത്തിയായ അറളാണെന്ന് പറഞ്ഞ് അവിടെ ഇഷ്കാല് വരുന്നുണ്ട്. എന്താ കാരണം? ഈ ജിസ്മ് ഹർക്കത്തില്ലാത്ത ജിസ്മുണ്ടായിക്കൂടെ? ഹർക്കത്തില്ലാത്ത ജിസ്മുണ്ടാവല്ലോ. ഒരു വലിയ പർവ്വതം, ആ പർവ്വതത്തിന് ഹർക്കത്തുണ്ടാ. പിന്നെ ഭൂകമ്പം, അത് വേറെ വിഷയം. ഭൂകമ്പം കൊണ്ട് ചലനം ഉണ്ടാവും, അത് വേറെ വിഷയം. അപ്പൊ ഏതായാലും ശരി, അപ്പൊ ചർച്ച ചെയ്യപ്പെടുന്നതാണ് അനിൽ ഹർക്കത്ത്. ഈ ഹർക്കത്തുകളെ തൊട്ട് ചർച്ച ചെയ്യപ്പെടും. ഏത് ഹർക്കത്ത്? ഫിൽ ഇൽമി. എവിടെ ചർച്ച ചെയ്യും? ഒരു ഇൽമില്. അല്ലതി എങ്ങനത്തെ ഇൽമാണ്? അല്ലതി മൗദൂഹ്, അതിന്റെ മൗദൂഹ് അൽ ജിസ്മു, ജിസ്മാണ്. മൗദൂഹ് ജിസ്മായ ഒന്ന്, അവിടെ ഹർക്കത്തെ ചർച്ച ചെയ്യപ്പെടും. എന്നിട്ടോ വഖീസാലിഹ, എന്നിട്ട് ഹർക്കത്തിന്റെ മേല് ഖിയാസാക്കപ്പെടും. എന്ത്? മാദാഹ, അതല്ലാത്തതിന് എന്ത് ചെയ്യും? ഖിയാസാക്കപ്പെടും. വഖീസ അല അലിഹ മാദാഹ, അതല്ലാത്തതിന് അതിന്റെ മേൽ എന്ത് ചെയ്യും? ചർച്ചയാക്കും. അപ്പൊ സത്യത്തിൽ ഒരു താത്തിയായ രൂപത്തിലല്ല, ഒരു വളഞ്ഞു തിരിഞ്ഞ രൂപത്തിലാണെന്ന് മാത്രം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ താത്തിയായ അയറാദൊന്ന് വേറെ, ഖരീബിയായ അയറാദൊന്ന് വേറെ. താത്തിയായ അയറാദായി അറിയപ്പെടുന്ന ഈ പിന്നെ ഈ ആറെണ്ണത്തിൽ നിന്ന് ആദ്യത്തെ മൂന്നെണ്ണമാണ് സത്യത്തില് ശരിയായ രൂപത്തിൽ താത്തിയായ അയറാദ് എന്ന് പറയാൻ ചാൻസ് ഉള്ളതുള്ളൂ. മറ്റതൊക്കെ ഖരീബായ അയറാദുകളില് പെട്ടതാണ്. വല്ലാഹു അഅലമു ബിസ്സവാബ്. വലില്ലാഹിൽ ഹംദ്. ഉസീകും ബിദ്ദുആഇ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.